കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണയും തങ്കവും കൂടി താലി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഗോപാലനോടും സുനന്ദയോടും പറയുവാണ്. അതെല്ലാം കേൾക്കുന്നതും ഗോപാലൻ പറയണേ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, കൃഷ്ണയും നവീനെയും പിരിക്കാൻ ഒരു ശക്തിയെ കൊണ്ടും ആവില്ല. അവരുടെ സ്നേഹം അത്ര കാഴ്ചയിലുള്ളതാണ്. ദൈവം തന്നെയാണ് അവരെ കൂട്ടി യോജിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തങ്കം, നമ്മളെന്നല്ല, സിത്താര മാഡമല്ല, ആര് വിചാരിച്ചാലും ശരി, ഇവർ തമ്മിൽ പിരിക്കാനായിട്ട് പറ്റില്ല. ഈ സമയം സുനന്ദൻ പറയുന്നുണ്ട്, ശരിയാ തങ്കേച്ചി, കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. അവസാനം കൃഷ്ണ തന്നെയായിരിക്കും നവീൻ്റെ ഭാര്യയായിട്ട് കളരിക്കൽ ജീവിക്കാൻ പോകുന്നത്. അതിൻ്റെ സൂചന നാഗഭഗവാൻ ഇപ്പോൾ തന്നത്. ഈ സമയം ഗോപാലൻ കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, മോളെ കൃഷ്ണേ, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് നിൻ്റെ അമ്മ പറയുന്നത് പോലെ നവീനെ മറന്ന് നവീൻ കെട്ടി താലി അഴിച്ചു മാറ്റി പുതിയൊരാളെ വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതം നയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അങ്ങനെ ഗോപാലൻ്റെ ആ ചോദ്യം കേൾക്കുന്നതും കൃഷ്ണ പറയണേ, നവീൻ ആദ്യം എൻ്റെ കഴുത്തിൽ ഈ താലി കിട്ടിയപ്പോൾ എനിക്കിതൊരു ഭാരമായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇപ്പോൾ ഇത് അങ്ങനെയല്ല. എനിക്ക് ഈ താലി എൻ്റെ ജീവനാ. ഒരു കാരണവശാലും എനിക്ക് ഈ താലി എൻ്റെ കഴുത്തിൽ നയിക്കാൻ പറ്റില്ല. ഈ താലി മാത്രമല്ല, താലി കെട്ടിയ ആളും എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. അത് കേൾക്കുന്നതും ഗോപാലിന് സുനന്ദക്ക് സന്തോഷമാകുക. ഗോപാലൻ തങ്കത്തിനോട് ചോദിക്കണേ, തങ്കം, കൃഷ്ണമോൾ പറഞ്ഞത് കേട്ടില്ലേ? അല്ല, തങ്കത്തിൻ്റെ അഭിപ്രായം എന്താ? അന്നേരം തങ്കവും പറയുന്നുണ്ട്, നാഗദേവതകളെ ഇത്രയും നാൾ ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെയുള്ള നാഗദേവത തന്നെ ഇപ്പോൾ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കൃഷ്ണമോളുടെ കഴുത്തിൽ നിന്നും ഈ താലി അഴിക്കുന്നതിൽ നിന്നും എന്നെ തടഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ആ ദൈവങ്ങളുടെ തീരുമാനം എതിർക്കാൻ ഞാൻ ആളല്ല. പക്ഷേ എൻ്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആദ്യമുണ്ട്. അവളുടെ ജീവിതം ഇനി എന്തായി തീരുമെന്നോർത്ത് എനിക്കൊരു സമാധാനമില്ല. എന്താണെങ്കിലും തൽക്കാലം ഈ താലി കൃഷ്ണയുടെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ജോത്സ്യനെ പോയി കാണണം. മനസ്സിനൊരു സമാധാനമില്ല. അന്നേരം ഗോപാലൻ പറയണേ, അക്കാര്യോർത്ത് തങ്കം വിഷമിക്കേണ്ട. അതിന് ഏറ്റവും പറ്റിയ ആൾ എൻ്റെ പരിചയത്തിൽ തന്നെയുണ്ട്. നമുക്ക് ഉടനെ തന്നെ അയാളെ ചെന്ന് കാണാം. തങ്കം ധൈര്യമായിട്ടിരിക്കും. നമ്മുടെ കൃഷ്ണമോളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും. മോള് നോക്കിക്കോ. അവസാനം നവീൻ തന്നെ മോളുടെ ഭർത്താവായിട്ട് എല്ലാ അധികാരത്തോടെ മോൾ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. മോൾ മനസ്സിൽ കരുതുന്നത് പോലെ നവീൻ തന്നെയായിരിക്കും എന്നും മോളുടെ ഭർത്താവ്. അതൊക്കെ കേൾക്കുന്നതും ചെറിയൊരു സന്തോഷത്തോടെ കൃഷ്ണ തൻ്റെ കഴുത്തിലുള്ള താലിയിൽ മുറുകെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീടിൻ്റെ പുറത്ത് നവീനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്രണയത്തോടെ മതിമറന്ന നിലാവൊക്കെ ആസ്വദിച്ച് നിൽക്കുന്ന ഗാഥേനെയാണ് കേട്ടോ. ഈ സമയം അതുവഴി പോകുന്ന ഉദയൻ ഗാഥ അവിടെ പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാഴ്ച കണ്ട് റൂമിലേക്ക് ഓടി ചെല്ലുവാണ്. ഈ സമയം റൂമിൽ നിർമ്മലയും കീർത്തിയും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം ഉദയൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് പറയണേ, നിർമ്മലേ, ദേ ഒരു പറ്റിയ അവസരം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗാഥ അവിടെ തനിച്ച് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നടത്താൻ പറ്റിയ അവസരം ഇത് തന്നെയാണ്. അത് കേൾക്കുന്നതും ആ ഒരു മരുന്നൊക്കെ എടുത്ത് അതിൽ നിന്ന് കുറച്ചും സിറഞ്ചിലേക്ക് കുത്തിയെടുക്കുവാണ്ടോ നിർമ്മല. അങ്ങനെ നിർമ്മല അതൊക്കെ ചെയ്യുന്നത് കണ്ട് ഉദയം കണ്ണും തള്ളി നിൽക്കുക. എന്നാലും നിർമ്മലേ, നിനക്കിതിലൊക്കെ വലിയ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണല്ലോ ചെയ്യുന്നത്. അന്നേരം നിർമ്മല പറയണേ, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളെ നേഴ്സായിരുന്നു, അവളുടെ കണ്ടു പഠിച്ചതാ. ഇതിലെ എനിക്കൊരു പിഴവും സംഭവിക്കില്ല, നിങ്ങൾ വാ. അങ്ങനെ അവർ മൂന്നുപേരും ചേർന്ന് മുറ്റത്തേക്ക് പതിയെ പതിയെ ഇറങ്ങി വരുവാണ്. മൂന്നാളും കൂടി പമ്മി കാറിൻ്റെ അവിടെ ഗാഥയുടെ തൊട്ട് പിന്നിൽ വന്ന് നിൽക്കുവാണ് കേട്ടോ. ഗാഥയാണെങ്കിൽ കാറിൽ ചാരി അവിടെ നിന്ന് നിലാവാസ്വദിക്കുമായിരിക്കും. ഈ സമയം നിർമ്മല പതിയെ സിറഞ്ചെടുത്ത് ഗാഥയുടെ കാലിലേക്ക് കുത്താനായിട്ട് തുടങ്ങുമായിരിക്കും. പെട്ടെന്ന് തന്നെ ഗാഥ അവിടെ നിന്ന് മുമ്പോട്ട് നടന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നീങ്ങി നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ മൂന്നാളും അവിടെ നിന്ന് പതിയെ എണീറ്റ് വീണ്ടും പമ്മി ഗാഥ നിൽക്കുന്ന തൂണിൻ്റെ അരികി വന്ന് നിൽക്കുവാണ്. എന്നിട്ട് പതിയെ താഴ്ത്തു കുനിഞ്ഞിരുന്ന് ഗാഥയുടെ കാലിൽ വീണ്ടും ആ സിറഞ്ച് കൊണ്ട് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് തുടങ്ങുമായിരിക്കും. ഈ സമയത്തായിരിക്കും സുമിത്ര അങ്ങോട്ടേക്ക് ഗാഥ മോളെ ഒന്ന് വിളിച്ച് വരുന്നത്. അങ്ങനെ സുമിത്രയുടെ ഒച്ച കേൾക്കുന്നതും അവർ മൂന്നാളും അവിടെ നിന്നും കുറച്ച് മാറി നിൽക്കുക. മോളെന്താ ഇവിടെ ഒന്നൊറ്റക്ക് നിൽക്കുന്നത്? ഒന്നുമില്ലമ്മേ, ഇവിടെ ഇങ്ങനെ നിലാവ് ആസ്വദിച്ച് നിൽക്കാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ? അതൊക്കെ ശരിയാ. എന്താണെങ്കിലും ആദ്യം മോള് ഭക്ഷണം കഴിക്കാൻ വാ. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മോളും നവീനും ചേർന്ന് ഒന്നിച്ച് നിലാവ് ആസ്വദിക്കുമോ? എന്താണെന്ന് വെച്ചാൽ അയക്കോ, മോള് വാ എന്നും പറഞ്ഞ് ഗാഥയെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുവാണ് കേട്ടോ. അന്നേരം കീർത്തി പറഞ്ഞേ, ഈ അപ്പച്ചി വന്ന് എല്ലാം നശിപ്പിച്ചല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? എന്താണെങ്കിലും നവീൻ്റെ റൂമിലേക്ക് അവൾ കയറി ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ച കാര്യം നടത്തിയേ പറ്റുള്ളൂ. എന്താണെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. അന്നേരം ഉദയം പറയണേ, അതാണ് ഒരു നല്ല ഐഡിയ, എനിക്ക് വിശന്നിട്ട് വയ്യ, വാ നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരണ്ട, ആ പാമ്പാട്ട് ഉടനെ വരില്ലേ, അയാൾക്ക് പാമ്പിന് വെച്ച് കൊടുക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുക നിങ്ങൾ. നിർമ്മലെ, ഭക്ഷണം കഴിച്ചിട്ട് ചെയ്താൽ പോരെ? അതൊന്നും പറ്റില്ല, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ചെല്ലാം, നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക്. അങ്ങനെ നിർമ്മലയും കീർത്തിയും അവിടെ നിന്നും ഭക്ഷണം കഴിക്കാനായിട്ട് പോകുവാണ്.
ഇതേസമയം മാണിക്കുഞ്ഞ് നവീനും കുട്ടി ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി നന്ദനൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നുണ്ടാവും. അന്നേരം മാണിക്കുഞ്ഞ് നവീനോട് എടുത്തിട്ട് പറയണേ, ദേ എൻ്റെ സാറിനെ കുറച്ച് നാണമുണ്ട്. അതിപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആർക്കാണെങ്കിലും നാണം ഉണ്ടാകുമല്ലോ. അതിൻ്റെ ചമ്മലിത ഈ മുഖത്ത് കാണാനുമുണ്ട്. അന്നേരം നവീൻ പറയണേ, ഡോ മാണിക്കുഞ്ഞെ, ദേ മിക്കവാറും ഇന്ന് രാത്രി തന്നെ തനിക്ക് ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ അടിച്ചു തരും കേട്ടോ. അന്നേരം മാണിക്കുഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയണേ, പിന്നെ ഇന്ന് രാത്രി സാറ് ആദ്യ രാത്രി ആഘോഷിക്കാൻ പോകുകയാണോ അതോ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ അടിക്കാൻ പോകുകയാണോ? ചുമ്മാ ചിരിപ്പിക്കാതെ സാറേ. അങ്ങനെ അവരെല്ലാവരും ഓരോന്നൊക്കെ പറഞ്ഞ് നവീനെ കളിയാക്കുവാണ്. ഈ സമയം സുമിത്ര ഗാദിനെയും കുട്ടി അവിടെ എത്തുക. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, ആ എന്തു പറ്റി, മോളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് കുറേ നേരമായല്ലോ. ആ സമയം സുമിത്ര പറയണേ, ഗാതമോൾ അവിടെ മുറ്റത്ത് ഗാർഡൻ്റെ അവിടെ പൂക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ കഴിയൊക്കെ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ മോളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണ്. വാ മോൾ ഇവിടെ ഇരിക്കേ, നവീൻ്റെ അരികിൽ തന്നെ ഇരിക്കേ എന്ന് പറഞ്ഞാൽ ഗാഥയെ അവിടെ ഇരുത്തി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ്. ഈ സമയം നിർമ്മലയും കീർത്തി അങ്ങോട്ടേക്ക് വരിക. എന്തൊരു വിശപ്പ്, ഒന്ന് മാറിക്കേട്ടെത്തി, വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഗാഥയുടെ അരികിൽ തന്നെ വന്നിരിക്കുവാണ്. അന്നേരം നന്ദ ചോദിക്കുന്നുണ്ട്, അല്ല നിർമ്മലെ, ഉദയൻ എവിടെ? സാധാരണ ഉദയനാണല്ലോ ആദ്യം നിന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. എന്താണെന്നറിയില്ല നന്ദേട്ടാ, ഉദയേട്ടനെ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. വയറിന് എന്തോ സുഖമില്ലെന്ന് തോന്നുന്നു. അന്നേരം മാണിക്കുഞ്ഞ് ചോദിക്കണേ, അതെന്താ? ഉദയനമ്മാവന് അമ്മായി വഴിറ്റിട്ട് തൊഴിൽ വല്ലതും കൊടുത്തോ? അത് കേട്ടിട്ട് അവരെല്ലാവരും ചിരിക്കുവാണ്. ഈ സമയം കീർത്തി പറയണേ, കണ്ടില്ലേ മുത്തശ്ശി, ഈ മാണിക്കുഞ്ഞിനെ ഈടിയായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുവാണ്. ഈ സമയം നിർമ്മലയാണെങ്കിൽ ആ സിറഞ്ചെടുത്ത് ഗാഥയുടെ കയ്യിൽ അത് ഇഞ്ചക്ട് ചെയ്യാനുള്ള അവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ഇതേസമയം ഉദയൻ ഏർപ്പാട് ചെയ്ത ആ പാമ്പാട്ടി അവിടെ വീടിന് പുറത്തെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഉദയൻ പതിയെ അയാളെയും കൂട്ടി അകത്തേക്ക് വന്ന് ഹോളിൽ തന്നെ ഒരു മൂലയിൽ പാമ്പിനെ വെക്കാൻ കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ പാമ്പാട്ടി ഉദയൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് പാമ്പിനെ വെക്കുവാണ് കേട്ടോ. അതിനുശേഷം ഉദയൻ അയാളെയും കൂടി പുറത്തേക്ക് ഇറങ്ങുക. അതെ, നിങ്ങൾ അവിടെ എങ്ങാനും കുറച്ചങ്ങ് മാറി നിന്നോ. കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാവരും പുറത്തേക്ക് വരും. ആ സമയം ഞാൻ ഈ പാമ്പിനെ അവർക്ക് കാണിച്ചു കൊടുക്കും. അവരെല്ലാവരും ഭയന്ന് നിൽക്കുമായിരിക്കും. എങ്ങനെയെങ്കിലും അവരുടെ ശ്രദ്ധ ഞാൻ മാറ്റാൻ ശ്രമിക്കാം. ആ സമയത്ത് നിങ്ങൾ ഈ പാമ്പിനെയും കൊണ്ട് വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കൊള്ളണം, മനസ്സിലായല്ലോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഉദയൻ ഇവിടെ നിന്നും പോകുവാണ്. ഇതേസമയം നിർമ്മലയാണെങ്കിൽ ഗാഥയുടെ കയ്യിൽ ആ മരുന്ന് കുത്തിവെക്കാനായിട്ട് പതിയെ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ നിർമ്മലേൻ്റെ പരിങ്ങിലും ടെൻഷനൊക്കെ കണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിർമ്മലേ, എന്താ നിനക്ക്, നീ ഇവിടെ ഒന്നും അല്ലേ? അന്നേരം നിർമ്മല പറഞ്ഞേ, ഒന്നുമില്ല, ഞാനേ ഉദയേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരാതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഉദയം വിശക്കുമ്പോൾ കഴിച്ചോളും, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ കഴിച്ചിട്ട് എണീറ്റ് പോകും. അങ്ങനെ നിർമ്മല വീണ്ടും ആ സിറഞ്ച് കൊണ്ട് ഗാഥയെ കുത്താനായിട്ട് വീണ്ടും ശ്രമിക്കുന്നൊക്കെയുണ്ട്. ഈ സമയം ഗാഥ നവീനും എന്തൊക്കെയാണ് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. അത് കാണുന്നതും മാണിക്കുഞ്ഞ് ചോദിക്കണേ, അല്ല എന്താ ഇത്രയ്ക്ക് ചിരിക്കാൻ, എന്തെങ്കിലും തമാശയാണെങ്കിൽ കുറച്ച് ഉറക്കെ പറയുന്നേ, ഞങ്ങൾക്കും കൂടി ചിരിക്കാമല്ലോ. അന്നേരം നവീൻ പറയണേ, ഇതങ്ങനെ എല്ലാവർക്കും ചിരിക്കാനുള്ള തമാശയൊന്നുമല്ല. ഓ അങ്ങനെ എന്നും പറഞ്ഞ് മാണിക്കുഞ്ഞ് വീണ്ടും നവീനെ കളിയാക്കുവാണ് കേട്ടോ. അത് കേട്ടിട്ട് നവീന് ദേഷ്യം വരുന്നുണ്ട്. ഈ സമയം നന്ദൻ പറയണേ, മിക്കവാറും മാണിക്കുഞ്ഞ് ഇന്ന് തന്നെ നവീൻ്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങും. ഈ സമയം അവിടെ വീണ്ടും നിർമ്മല നിന്ന് പറയുന്നത് മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട്. നിർമ്മലേ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തായിരുന്നു ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാതെ? അന്നേരം നിർമ്മല പറഞ്ഞേ, ഒന്നുമില്ലമ്മേ. എന്നിട്ട് കീർത്തിയോട് നിർമ്മല പറയണേ, അതെ എന്നെ അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, തൽക്കാലം ഇത് നീ പിടിച്ചോ. അങ്ങനെ നിർമ്മലയുടെ കയ്യിൽ നിന്ന് ആ സിറിഞ്ച് വാങ്ങിച്ചിട്ട് കീർത്തി ഏന്തി വലിഞ്ഞ് ഗാഥയുടെ കയ്യിലേക്ക് അത് കുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ കീർത്തിക്ക് ഗാഥയുടെ അരികിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ല. ഈ സമയം നിർമ്മല എന്തോ കറിയെടുക്കാനായിട്ട് എണീക്കുമായിരിക്കും. അന്നേരം നിർമ്മലയുടെ ബാക്കിൽ കൂടി ഗാഥയുടെ കയ്യിൽ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് കീർത്തി കസേരയിൽ നിന്ന് ശ്രമിക്കുവാണ് കേട്ടോ. പെട്ടെന്ന് അബദ്ധം പറ്റി കീർത്തി നിർമ്മലയുടെ ബാക്കിലേക്ക് തന്നെയാണ് ആ സിറിഞ്ച് കുത്തിക്കയറ്റുന്നത്. ഈ സമയം നിർമ്മലയാണെങ്കിൽ അയ്യോ അമ്മേ എന്നും പറഞ്ഞ് ഒച്ചയുണ്ടാക്കുവാണ് കേട്ടോ. അപ്പോഴായിരിക്കും കീർത്തി ആൾ മാറി കുത്തിയ കാര്യം തിരിച്ചറിയുന്നത്. ഈ സമയം നിർമ്മല ബഹളം വെക്കുന്നത് കണ്ട് എല്ലാവരും നോക്കുക, എന്താ പറ്റിയത്? അന്നേരം നിർമ്മലയാണെങ്കിൽ കീർത്തിയോട് പതിയെ ചോദിക്കണേ, ഇടി നീ എന്തിനാടി എൻ്റെ മുഖത്ത് കുത്തിയത്? അയ്യോ എനിക്ക് വയ്യേ ഉദയേട്ടാ, ഓടുവായോ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ, ഞാനിപ്പോൾ ചാകുവേ എന്നൊക്കെ പറഞ്ഞ് നിർമ്മല അവിടെ കിടന്ന് കരയുവാണ്. ഇതുകൊണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ എല്ലാവരും നിർമ്മലയുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്താ നിർമ്മല നിനക്ക് പറ്റിയത്? അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ വീണ്ടും വീണ്ടിരിക്കുവാണ് നിർമ്മല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് നവീനും ഗാഥയും കൂടി ആദ്യ രാത്രി ആഘോഷിക്കാനായിട്ട് മണക്കുഞ്ഞൊരുക്കിയിരിക്കുന്ന ആ ഒരു മണിയറ ഉണ്ടല്ലോ, അവിടേക്ക് വരുമായിരിക്കും. അങ്ങനെ അവിടുത്തെ ഒരുക്കമെല്ലാം കണ്ട് ഗാഥ അതെല്ലാം ആസ്വദിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം നവീൻ പറയണേ, ഇതെല്ലാം ആ മാണിക്കുഞ്ഞൊപ്പിച്ച പണിയാണ്, എനിക്ക് സിമ്പിളായിട്ട് മതിയെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ അയാൾക്ക് അതൊന്നും പറ്റില്ല. എങ്ങനെയുണ്ട്, തനിക്കിതൊക്കെ ഇഷ്ടമായോ?
ഇഷ്ടമായിരുന്നു, ഒത്തിരി ഇഷ്ടമായി. നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന് എത്തിയ ദിവസമല്ലേ ഇന്ന്, അപ്പോൾ അത് ശരിക്കും ആഘോഷിക്കണ്ടേ. എൻ്റെ മനസ്സിൽ നമ്മൾ ഒന്നിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കുറേ സ്വപ്നങ്ങളുണ്ട്. അതോരോന്നോരോന്നായിട്ട് ഇനി നടത്തിയെടുക്കണം. ഞാൻ കണ്ട എല്ലാ സ്വപ്നങ്ങളും എൻ്റെ നവീൻ്റെ ഒപ്പം എനിക്ക് പൂർത്തിയാക്കണം. എന്താ നവീനും അങ്ങനെ തന്നെയല്ലേ? അതെ എന്നും പറഞ്ഞ് ഗാഥയുടെ കൈകളിൽ പിടിക്കുവാൻ നവീൻ. അങ്ങനെ രണ്ടാളും പരസ്പരം പ്രണയത്തോടെ നിൽക്കുവാണ്. ഈ സമയം പെട്ടെന്ന് തിരിയുന്ന ഗാഥ കട്ടിലിൽ നിൽക്കുന്ന പാമ്പിനെ കണ്ട് ഞെട്ടലോടുകൂടി അലറി വിളിക്കുവാണ്, അയ്യോ നവീൻ, പാമ്പ്! അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന നവീനും ആ പാമ്പിനെ കണ്ട് ഞെട്ടി വിറച്ച് നിൽക്കുവാണ്. പാമ്പിനെ കണ്ടതും ഗാഥ ആകെ ടെൻഷനാകുക. പാമ്പ് പാമ്പ് എന്നും പറഞ്ഞ് ആകെ പേടിച്ച് വിറച്ചിരിക്കുവാണ് കേട്ടോ. നവീനാണെങ്കിൽ ഗാഥയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഗാഥ റിലാക്സ്, ടെൻഷൻ ആവാതെ. ഈ സമയം പാമ്പ് അവിടെ നിന്ന് കഴിഞ്ഞ് മറ്റങ്ങോട്ടൊക്കെ പോകുവാണ്. അന്നേരം നവീനും ഗാഥയും കൂടി വേഗം ഹോളിലേക്ക് എത്തുവാണ്. അമ്മേ, അച്ഛ, ഞങ്ങൾ റൂമിൽ കിടക്കാൻ ചെന്നപ്പോഴേക്കും കട്ടിലൊരു പാമ്പ് ഇരിക്കുന്നത് കണ്ടു. പാമ്പോ എന്ന് പറഞ്ഞ ഞെട്ടലോട് കൂടെ നിൽക്കുവാണ് മുത്തശ്ശിയും നന്ദനുമൊക്കെ. അതെ, ആ പാമ്പ് പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന കണ്ടു. ഈശ്വര, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? അനർത്ഥങ്ങൾ ഇനിയും വിട്ടുമാറിയിട്ടില്ല എന്ന് പറഞ്ഞ ടെൻഷനോട് കൂടി നിൽക്കുവാണ്ടോ മുത്തശ്ശി. ഈ സമയം ഗാഥയാണെങ്കിൽ ആകെ പേടിച്ച് കുറച്ച് റൂമിലേക്ക് പോകാതെ സുമിത്രയെ കെട്ടിപ്പിടിച്ച് ഭയന്നിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്